സുജി, അത് ഒരു ഒബ്സർവേഷൻ ഞാൻ കാണുന്നത് എന്തെന്ന് ചോദിച്ചാൽ, നിങ്ങൾ പറഞ്ഞത് റെഗുലർ ഇൻ്റർവെല്ലിലാണ് ആദ്യം ഒരു പോർഷൻ ഇനിഷ്യൽ ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ ഇനിഷ്യലായിട്ട് വന്നു, അതിനുശേഷമാണ് രണ്ടാമത് വന്നു എന്ന് പറയുന്നു. അപ്പം ആദ്യം വന്ന് അത് ലോ ഇൻറ്റൻസിറ്റിയിലാണെങ്കിൽ ഇത്രയും കാഷ്വാലിറ്റി ഉണ്ടാവില്ല. കാര്യം അവർക്ക് റിയാക്ഷൻ ടൈം കിട്ടിയിരിക്കും. കാരണം ഇത് മണ്ണ് മാത്രമല്ല വരുന്നത്, ഇത് വരുന്നത് യു സി വാട്ടർ കോമ്പോണൻറ്റും കൂടിയാണ്, ഒന്നിച്ചാണ്. ഈ ഒരു മിക്സാണ്, ഒരു ലിക്വിഡ് ഫോമിലാണ് ആദ്യം തന്നെ ഇത് വരുന്നത്. കൂടുതൽ വെള്ളമായിരിക്കും ആദ്യം വരുന്നത്. ആ കൂട്ടത്തിലാണ് ഇതും കൂടി മണ്ണും പാറയും എല്ലാം കൂടി നല്ല പ്രഷറോടുകൂടി വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ആദ്യം തന്നെ ഈ സാധനങ്ങൾ, അതായത് ഈ ട്രക്കാണെങ്കിലും ആ റോഡ് സൈഡിലുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ആദ്യം തന്നെ ഒലിച്ചു വീണുണ്ടായിരിക്കാം. അല്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇത്രയും കാഷ്വാലിറ്റി വരില്ല. എവിടെ ഒരു വിറ്റ്നസ് എങ്കിലും നമുക്ക് കിട്ടിയേനേയും ഇങ്ങനെയായിരുന്നു സംഭവം, ഓടി മാറുവോ എന്തെങ്കിലും ചെയ്യാൻ ആ ഒരു വാട്ട് എവർ തിയറി യു ആർ ജസ്റ്റ് പ്രപ്പോസിങ്, അങ്ങനെ ആ ഒരു ഇതിലോട്ട് വരില്ല. ബട്ട് ആദ്യം മുതൽ തന്നെ, അതായത് ഫ്രീക്വൻ്റ് ആയിരിക്കും, ആദ്യം മുതൽ തന്നെ നല്ല ഫോഴ്സിൽ തന്നെ വന്നിരിക്കാം. അതിനുശേഷം വീണ്ടും ഡിപ്പോസിറ്റ് വന്നിരിക്കാം എന്നുള്ളതിനകത്ത് സംശയമില്ല. പക്ഷേ ആദ്യം തന്നെ ഇത് ഉണ്ടായിരിക്കാം. അത് പുഴയുടെ തീരത്തോട്ട് സ്കിഡ് ചെയ്യാം. ഞാനിത് ഏറ്റവും ആദ്യം തന്നെ പറഞ്ഞില്ല. കാര്യം 90 ഡിഗ്രിയിൽ നേരെ ഹിറ്റായിട്ട് മഴ വീഴുന്നത് പോലെ അല്ല ഇതിൻ്റെ മേളിലോട്ട് വീണിട്ടുള്ളത്, അത് സൈഡിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മെറ്റൽ ടോപ്പിൻ്റെ, ബ്ലാക്ക് ടോപ്പിൻ്റെ മേളിൽ കിടക്കുന്ന ഒരു സാധനം, ഹാർഡ് ടോപ്പിൻ്റെ മേളിൽ ടയറിൽ കിടക്കുന്ന ഒരു വെഹിക്കിൾ തീർച്ചയായിട്ടും സ്കിഡ് ചെയ്യും. അത് തെന്നി മാറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് തെന്നി മാറുമ്പോൾ തീർച്ചയായിട്ടും മറിഞ്ഞിരിക്കാം. പക്ഷേ നൈലോൺ റോപ്പോ എങ്ങനെയാണോ അത് തടികളെല്ലാം കെട്ടിവെച്ചിരിക്കുന്നത്, കെട്ടഴിഞ്ഞിട്ടില്ലാവാം. കെട്ടഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു പീസെങ്കിലും, ഞാൻ എപ്പോഴും പറയുന്ന പോലെ, നദിയിൽ കാണേണ്ടതാണ്. അത് കാണുന്നില്ല. അപ്പം അത് തീർച്ചയായിട്ടും ആ സൈഡിൽ മറിഞ്ഞതിന് ശേഷം മേ ബി ഒരു 20-30 മീറ്റർ ലെഫ്റ്റ് റൈറ്റ് പോയി എവിടെയെങ്കിലും ഒരു ഡിപ്പോസിറ്റ് ആകാനുള്ള സാധ്യതയാണ് 90% ഉള്ളത്. അതായത് ഡോക്ടർ മോഹനൻ പിള്ള, ഞാൻ അങ്ങയുടെ നിഗമനങ്ങൾ അതുകൂടി ഞാൻ ഈ മാപ്പിൽ ഒന്ന് രേഖപ്പെടുത്തുകയാണ്. അതായത് ഈ പുഴയുടെ, അങ്ങേക്ക് പറയാം, അതോടൊപ്പം ഞാൻ ഇതിൽ രേഖപ്പെടുത്തുകയും ചെയ്യാം. ഈ പുഴയുടെ മുകൾ ഭാഗത്ത് നിന്ന്, അതായത് പുഴയുടെ ആകെ ഉയരത്തിന്റെ 2/3 ഭാഗവും, ക്ഷമിക്കണം, ഈ മലയുടെ ഉയരത്തിന്റെ 2/3 ഭാഗവും താഴേക്ക് പതിച്ചിട്ടുണ്ട്. ഒരു 500 മീറ്റർ ദൈർഘ്യത്തിൽ അത് താഴേക്ക് പതിച്ചിട്ടുണ്ട്. നീളത്തിലാണ് വീണിരിക്കുന്നത് മണ്ണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മണ്ണിന്റെ താഴേക്കുള്ള പതിക്കൽ ഉണ്ടായിരിക്കുന്നത് ഈ ഒരു കടയിരുന്ന ഭാഗത്തിന്റെ അവിടേക്കാണ്. അതായത് ഈ വാഹനം നിർത്തിയിട്ടിരുന്നിടത്ത് നിന്ന് വാഹനത്തെ നിരക്കി നീക്കി ഈ കടയിരുന്ന ഭാഗത്ത് ഈ കടയെ അടക്കം എടുത്തുകൊണ്ട് പുഴയിലേക്ക് പതിക്കാനുള്ള ഒരു സാധ്യതയാണ് അങ്ങ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ താങ്കളുടെ നിഗമനം അനുസരിച്ച് പോയിന്റ് നമ്പർ 1 എന്ന് പറയുന്നത് ഈ കടയിരുന്ന ഭാഗത്ത്, ഇവിടെ ഈ മണ്ണിന്റെ നിക്ഷേപമുള്ള ഭാഗത്ത്, അവിടെയായി ഈ വാഹനം കിടക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ അവിടെയാണ് ഈ വാഹനം കിടക്കുന്നതെങ്കിൽ ആ വാഹനം ഈ പുഴയുടെ ഒപ്പം തന്നെ ഈ റോഡിൻ്റെ രണ്ടിൻ്റെയും ചേരുന്ന ഭാഗം, ആ 2 ഭാഗങ്ങളും ചേരുന്ന, അതായത് റോഡ് ഉണ്ടായിരുന്ന ഭാഗത്തേക്ക് താഴേക്ക് കുത്തനെ മണ്ണ് പതിക്കുകയാണ്. ആദ്യത്തെ ലാൻഡ് സ്ലൈഡിൽ തന്നെ ഈ വാഹനവും നിരക്കി നീക്കിക്കൊണ്ട്, എനിക്ക് തോന്നുന്നു PCR നമുക്ക് ചൈനയിൽ ഇതുപോലെയുള്ള സമാനമായ ഒരു ഭൂചലനം ഉണ്ടായിട്ടുണ്ട്. ഒരു വഴിയിലൂടെ ഈ മൊത്തത്തിൽ മല ഇടിഞ്ഞു വീണ് താഴേക്ക് വരുന്ന ഒരു ദൃശ്യമുണ്ട്. ആ ദൃശ്യം കൂടി നമുക്ക് ഇതിനോട് ചേർത്ത് വെക്കാവുന്നതാണ് കരുതുന്നു. ആ ദൃശ്യം കൂടി നമുക്കൊന്ന്, ഫയൽ ഫുട്ടേജ് ആണ്, അതുകൂടി നമുക്കൊന്ന് പ്ലേ ചെയ്യാം. ഡോക്ടർ മോഹനൻ പിള്ളയ്ക്ക് കൃത്യമായ ഒരു ഇന്റർഫറൻസിലേക്ക് എത്താൻ കഴിയുന്ന ഒരു സാധ്യത അതിൽ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ മണ്ണ് വീണിരിക്കുന്ന, അല്ലെങ്കിൽ മണ്ണും ഒപ്പം ഈ കടയും എല്ലാം വീണിരിക്കുന്ന ഭാഗത്ത്, അങ്ങനെയാണെങ്കിൽ ആ വണ്ടി അടിയിലൂടെ, ഇപ്പോൾ പുഴയുടെ മുകളിലൂടെ ഒഴുകുന്നത് ആരും കണ്ടിട്ടില്ല. ഒരു ടാങ്കർ ലോറി മാത്രമാണ് പുഴയുടെ മുകളിലൂടെ ഒഴുകി പോകുന്നത് ദൃക്സാക്ഷികൾ കണ്ടിട്ടുള്ളത്. പുഴയുടെ അടിയിലൂടെ ഒഴുകി പോകാനുള്ള സാധ്യതയുണ്ടോ? പുഴയുടെ അടിയിലൂടെ ഇത് ട്രക്കായതുകൊണ്ടും ഇത്രയും ലോഡ് വുഡ് പീസ് ഉള്ളതുകൊണ്ടും അണ്ടർ കറണ്ട് കൂടുതലാണ്. എന്നിരുന്നാലും പോസിബിലിറ്റീസ് ഞാൻ വളരെ കുറവാണ് കാണുന്നത്. കാരണം ഈ ട്രക്ക് എന്ന് പറയുന്നത്, കാര്യം ടാങ്കർ ലോറി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടാങ്കർ എന്ന് പറയുന്നത് അതിൻ്റെ സർഫസ് വളരെ സ്മൂത്താണ്. അതായത് വെള്ളത്തിൽ ഒരു വാഴപ്പിണ്ടി മാതിരി അങ്ങ് ഒഴുകിപ്പോകാൻ പറ്റുന്ന ഒരു ഒബ്ജക്റ്റാണ്. നേരെ മറിച്ച് ട്രക്ക് എന്ന് പറയുന്നത് ആ ഒരു ഒബ്ജക്റ്റ് അല്ല. അതിന് റെസിസ്റ്റൻസ് കൂടുതലും, ഹുക്കുകൾ, അതുപോലെ തന്നെ അതിൻ്റെ സർഫസ്, അതിൻ്റെ ആകാരം, അത് അവിടെയും ഇവിടെയും ഉടക്കുവാൻ, അതായത്
അതായത് ഒരു പിടിച്ചു നിൽക്കുവോ അല്ലെങ്കിൽ മറ്റുള്ളതിൽ കൊളുത്തി നിർത്തുവോ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് സൈഡ് സ്കിഡ് ചെയ്ത് മറിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് വീണ്ടും സുജയ പറയുന്നത് പോലെ തന്നെ ഇമ്മീഡിയറ്റായി തന്നെ വീണ്ടും ഡിപ്പോസിറ്റ് വന്നിരിക്കാനാണ് സാധ്യത. അപ്പോൾ അത് ഡോർമെൻ്റായി അവിടെ തന്നെ ആക്റ്റീവായിട്ട് അവിടെ ഡിപ്പോസിറ്റ് ആയി കാണാം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഡോക്ടർ മോഹനപിള്ള. അതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. അതായത് ഈ നമ്മളിപ്പോൾ കാണുന്ന ഈ മൺകൂന എന്ന് പറയുന്നത് ഇപ്പുറത്തു നിന്നുള്ള മണ്ണെടുത്ത് കൂട്ടിയ ഭാഗമാണ്. ആ മണ്ണെടുത്ത് കൂട്ടിയതിനും ഒപ്പം തന്നെ താഴേക്കുമായി വലിയ ഉയരത്തിലാണ് മണ്ണിപ്പോൾ കിടക്കുന്നത്. ആ മണ്ണാണ് ഇപ്പോൾ എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് ന്യായമായും ഒരു വലിയ നിക്ഷേപം രൂപപ്പെട്ട സാഹചര്യത്തിൽ അവിടെ അതിനുള്ളിലേക്ക് ഒപ്പം വണ്ടി പുഴയിലേക്കാണ് വീഴുന്നത്. പുഴയുടെ അടിത്തട്ടിലേക്ക് പുതഞ്ഞു നിൽക്കുകയും അതിന് പുറത്ത് ഈ മണ്ണ് തട്ടുതട്ടായി വന്ന് ഉറച്ചു പോയിട്ടുണ്ടാകും. ഇന്നിപ്പോൾ 8 ദിവസമായി. അപ്പോൾ അങ്ങനെ പൂണ്ട് കിടക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? അതുകൊണ്ടായിരിക്കുമോ NDRFും ഒപ്പം നേവിയും ഒക്കെ ISROയുടെ സിഗ്നൽസ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ISROയുടെ സാറ്റലൈറ്റ് ഇമേജിന്റെ റെഫറൻസ് വെച്ചുകൊണ്ട് ആ ഭാഗത്ത് വീണ്ടും ഈ ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന, അതിന്റെ ഹെഡ് കോയിൽസ് കൃത്യമായി അവർ പൊസിഷൻ ചെയ്തത് ഞാൻ കണ്ടത് ഈ ഒരു ഏരിയയിലാണ്, അതായത് ഈ കടയിരുന്ന ഏരിയയിലാണ്. അത് തീർച്ചയായിട്ടും സുജയ, ഐ തിങ്ക് ദാറ്റ് ഈസ് മാക്സിമം പോസിബിലിറ്റി ഇൻ ദാറ്റ് ലൊക്കേഷൻ. അതാണ് നമ്മൾ ഇതുവരെയുള്ള എല്ലാ സാഹചര്യവും വെച്ച് നോക്കുമ്പം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ അത് സ്കിഡ് ചെയ്തതാണ് ട്രക്ക്. ആ സ്കിഡ് ചെയ്ത് അത് മറിഞ്ഞ് അതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് വാഷ് ഔട്ട് ചെയ്ത്, അതായത് നമ്മൾ നോർമൽ ലേമാൻ ലാംഗ്വേജിൽ പറഞ്ഞാൽ ഈ പോലീസിൻ്റെ ജലപീരങ്കി വരുന്ന മാതിരി പ്രഷർ വരുമ്പോഴേക്കും തെന്നി മാറി പുഴയിലേക്ക് വീഴുകയും സബ്സിക്വൻ്റ് ആയിട്ട് തന്നെ മേജർ പോർഷൻ ഓഫ് ഡെബ്രി ഇതിൻ്റെ മേളിൽ തന്നെ പതിക്കുകയും കൂടി ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാം. അപ്പം അതിൻ്റെ ഹെവിനെസ്, അതായത് ഒഴുകിപ്പോകാതിരിക്കാനുള്ള കാരണം ഈ നമ്മൾ ഒരു ചെമ്പ് മാതിരി ഒരു വെള്ളം നിറച്ച് വെച്ചിട്ട് ആ ചെമ്പിലേക്ക് പെട്ടെന്ന് ഒരു ഹെവി ആയിട്ടുള്ള ഒരു ഐറ്റം ഇടുമ്പോഴേക്കും ഉള്ള ഡിസ്പ്ലേസ്മെന്റ് ഓഫ് വാട്ടർ, അതായത് ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടുന്ന് വീണപ്പോഴുള്ള ആ ഒരു പ്രഹരശേഷി കൊണ്ടാണ് അതിൻ്റെ ഡയറക്ഷൻ തന്നെ മാറുകയും അങ്ങേ സൈഡിൽ ആ പ്രഷർ കൂടുതൽ ഉണ്ടാവുകയും ചെയ്തു പുഴയുടെ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് സംശയിക്കേണ്ടത് ട്രക്ക് വീണ് കഴിഞ്ഞതിന് ശേഷം ഈ ഹെവി ഡിപ്പോസിറ്റ് അതിൻ്റെ മുകളിലോട്ട് വന്നപ്പോൾ തീർച്ചയായിട്ടും ട്രക്ക് അതിനടിയിൽ പെട്ടിരിക്കാം എന്നുള്ളതാണ് എൻ്റെ ശക്തമായ അനുമാനം. അങ്ങിപ്പോൾ റിപ്പോർട്ടർ കാണുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഈ അർജുൻ ഓടിച്ചിരുന്ന ട്രക്ക്, ഭാരത് ബെൻസിന്റെ മേക്കിലുള്ള ആ ട്രക്കാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണിക്കുന്നത്. അതിൽ ഈ തടി കഷണങ്ങൾ, കട്ടൺസ് ആണ്. ആ കട്ടൺസ് കെട്ടിവെച്ചുകൊണ്ട് അത് കൃത്യമായി ബന്ധിച്ച് അതിൻ്റെ പിൻഭാഗത്തൊരു ചങ്ങലയുണ്ട്. ആ ചങ്ങലയിട്ട് ഉറപ്പിച്ച് ഇതുപോലെ അടുക്കിയാണ് വെച്ചിരിക്കുന്നത്. കൃത്യമായി അളവ് ഒപ്പിച്ച് മുറിച്ച തടി കഷണങ്ങളാണ്, കട്ടൺസ് ആണ്. ആ കട്ടൺസ് കൃത്യമായി അവർ കെട്ടിവെച്ചിട്ടുണ്ട്. ബന്ധിപ്പിക്കുന്നത് കയറുകൊണ്ടാണോ അതോ പിന്നിൽ മാത്രമേ ചങ്ങലയുള്ളൂ എന്നത് വ്യക്തതയില്ല. പക്ഷേ അടുക്കിയിരിക്കുന്നത് ഇങ്ങനെ അടുക്കിയിരിക്കുന്ന തടിയിൽ നിന്ന് ഒരു തടിക്കഷണം പോലും നമുക്ക് ഇപ്പോൾ പുറത്തേക്ക് ഒഴുകി നടക്കുന്ന രീതിയിൽ, പൊട്ടി ഒഴുകിയിട്ടുണ്ടെങ്കിൽ നദിയുടെ മേലിലേക്ക് തടിയുടെ ഫ്ലോട്ട് ചെയ്യേണ്ടതല്ലേ. അപ്പോൾ അങ്ങനെ ഒഴുകുന്നത് കാണുന്നില്ല. ലാൻഡ് സ്ലൈഡ് ഉണ്ടായ ഒരിടത്തും ഈ തടിക്കഷണങ്ങൾ വീണ് കിടക്കുന്നത് നമ്മൾ കാണുന്നില്ല. ഒരേപോലെയുള്ള തടിക്കഷണങ്ങളാണ്. അതിൻ്റെ അവസാനത്തെ ലോഡാണ്, അതായത് അർജുൻ കൊണ്ടുവന്ന ലോഡിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇനിയുള്ള സാധ്യതകൾ എങ്ങനെയാണ്? പൂർണ്ണമായും കയറുകൊണ്ട് കെട്ടിവെച്ചിരുന്നതാണ് എന്നുള്ളത് ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കെട്ടിവെച്ചിരുന്ന ഈ തടിക്കഷണങ്ങൾ അത് വിട്ടുമാറാതെ ആ വാഹനത്തിൽ തന്നെ തുടരാനുള്ള ഒരു സാധ്യതയാണോ നമ്മൾ അനുമാനിക്കേണ്ടത്? തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഇവരത് കെട്ടിവെക്കുന്നത്, ഈ കട്ടുവുഡ് വളരെ ടൈറ്റായിട്ട് അത് സിസ്റ്റമാറ്റിക്കായിട്ട് അടുക്കുന്ന, നല്ല രീതിയിൽ അറിയാവുന്ന ഒരാൾ അത് അടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഷെയ്ക്കും ഒരു മൂവ്മെൻറ്റ്സും വരില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇൻഡിട്ടോ ചരിഞ്ഞിട്ട് പിന്നെ അത് പൊട്ടുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാതെ ഡെബ്രി മൊത്തം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങ് വീഴുകയാണ് അതിൻ്റെ മുന്നിലോട്ട് തന്നെ. അപ്പോൾ അഥവാ പൊട്ടിയെങ്കിൽ പോലും വുഡ് വെള്ളത്തിലോട്ട് വീഴാതിരിക്കുന്നതിന് മുമ്പ് തന്നെ അത് മൊത്തം കവറാകാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ കട്ടുവുഡ് മേളിൽ വരിക? ഒരു കാരണവശാലും അത് വരില്ല. അങ്ങനെയാണ് സാധാരണ ഈ ട്രക്ക് ഇതിനുള്ളിൽ പൂണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത്രയധികം ഹെവി എമൗണ്ട് ഓഫ് ഡെബ്രി ഇതിൻ്റെ മുകളിലോട്ട് വീണിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ 20 അടി മുകളിൽ താഴ്ചയുള്ള ആ നദിയുടെ ലെവൽ വരെ, ടോപ്പ് സർഫസ് വരെ മണ്ണുകൊണ്ട് ലെവൽ ചെയ്യുന്ന രീതിയിൽ ഈ
ഡിപ്പോസിറ്റ് രൂപപ്പെട്ടത്. അപ്പോൾ നമുക്ക് ആ ഉദ്ദേശം ഊഹിക്കാം, എത്രത്തോളം മണ്ണ് അതിൻ്റെ മുകളിൽ വന്നിട്ടുണ്ടാവാം. കാര്യം ഇത് വളരെ രീതിയിൽ ഒഴുകുകയാണ്. ഒഴുകുന്ന സമയത്ത് മണ്ണ് ഡിപ്പോസിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 80% മണ്ണ് ഒഴുക്കിൽ തന്നെ പോവുകയാണ്. അപ്പോൾ എന്തൊക്കെയോ ഹെവി ഒബ്ജക്റ്റ് ഒബ്സ്ട്രക്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ മേളിൽ വീണ്ടും വീണ്ടും ഡിപ്പോസിറ്റ് വന്ന് അങ്ങനെ ആ കറണ്ടിനെ പോലും അണ്ടർ കറണ്ടിനെ പോലും തൃണവൽഗണിച്ചുകൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്ത് എന്തോ സ്ട്രോങ് ഒബ്ജക്റ്റ് നിന്ന് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പോൾ തന്നെ ഒഴുക്കിൻ്റെ ഫ്ലോ ഗതിമാറി ഒഴുകുകയും ആ ഭാഗത്ത് കറണ്ട് കുറയുകയും ചെയ്യും. അപ്പോൾ അത് ഡിപ്പോസിറ്റ് കൂടുതലാകാം. അപ്പോൾ മണ്ണ് കൂടുതലായിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, നിങ്ങൾ പറയുന്ന വെണ്ടർ ടീ ഷോപ്പിൻ്റെ ഒരു 50 to 100 മീറ്റർ ഡിസ്റ്റൻസിൽ അല്ല, ഉള്ളിലായിരിക്കാം 100% ഈ ട്രക്ക് എന്നുള്ളതാണ് എൻ്റെ അനുമാനം.